ഹായ് ഹലോ വെൽക്കം ബാക്ക്. പൊന്നാനിപ്പയുടെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ കാലത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത് വേറൊന്നുമല്ല, ലോഫ്റ്റ് അപ്ഡേഷനാണ്. ലോഫ്റ്റ് അപ്ഡേഷൻ എന്ന് പറയാൻ നമുക്കിപ്പം കോഴികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരിക എടുക്കുക. പിന്നെ നമ്മളെ ബേഡുകൾ ഇപ്പോൾ എത്ര ഉണ്ട്, ഏതൊക്കെയാണ് ഉള്ളത് ഒക്കെ അതിനെ പറ്റിയിട്ടുള്ള ചെറുതായിട്ടൊരു ചെറിയൊരു വീഡിയോ. അപ്പം അതായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ലീവും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാൻ ലേറ്റ് ആവുന്നത്. അപ്പം ഇന്നിപ്പോൾ 2-3 ദിവസമായിട്ട് പനിച്ചെടുക്കുകയാണ്. അപ്പോൾ പനിയൊന്ന് മാറിയപ്പോൾ ഒരു വീഡിയോ നൈസായിട്ട് തട്ടിക്കൂട്ടാട്ടോ. അപ്പം നേരെ വീട്ടിലോട്ട് പോകാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൻ നിൽക്കണമെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരും. പൊന്നാനിപ്പടി ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് മറക്കാണ്ട് ഫോളോ ചെയ്യുക. 2 പിള്ളേർ വർക്ക് ഉണ്ട് കേട്ടോ. അപ്പം നേരെ വീഡിയോ. നോക്കിക്കഴിഞ്ഞാൽ ഇതാ കാണാം, പുറത്ത് 2-3 ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞന്മാരാണ്. കുഞ്ഞന്മാർ പറയാൻ വയ്യ, ഇവരൊക്കെ ആ 3 2 കുഞ്ഞ് ചെറുതാട്ടാ. എന്ന് വെച്ചാൽ ഒരു 4 കാലം 5 കാലൊക്കെ ആയിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ബേഡ് ഇറക്കുന്നത് അത് കഴിഞ്ഞ സീസണിൽ ഈ വെള്ളയും ആ കൈരയും നടുക്ക് നിൽക്കുന്ന കൈരയും കഴിഞ്ഞ സീസണിലാണ്. ഈ സബ്ജയും കഴിഞ്ഞ സീസണിലെ ബേഡാണ്, 1 വയസ്സായിട്ടുണ്ടാവും. മറ്റേത് ഒരു സീസൺ ഈ സീസണിൽ ഇറങ്ങിയതാണ്. ഈ സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 4-5-6 മാസത്തിൻ്റെ ഉള്ളിൽ ഈ കൈരട്ടാ, ഈ കൈര ബേഡ് ഇവനി ഇത് രണ്ടും ഒക്കെ ഒരേ വർഗം തന്നെയാണ്. ഇത് നമ്മളെ മറ്റേതിൻ്റെ ഒക്കെ മൈനിൻ്റെ ഒക്കെ കുഞ്ഞാന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ പറപ്പിച്ചിറക്കിയ ബേഡാണ്. 2 ആൾക്കാർ പറക്കുന്നുണ്ട്. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ ആരാന്നുള്ളത്. അതെ, 2 ആൾക്കാരാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. മൈന് നമ്മളെ വാൽക്കറപ്പാണ് കാണുന്നത്. അപ്പോൾ നമ്മളെ ട്രെയിനർ പ്രാവമാണ്. എന്തായാലും കുഞ്ഞനാണ് എന്തായാലും പറന്നുകൊണ്ടിരിക്കുന്നത്. മറ്റോ വിട്ടിട്ട് പോയതാണ്. 4 മണിയാകുമ്പോൾ വിട്ടെന്നാണ് പറഞ്ഞത്. ഞാൻ വരാൻ ലേറ്റായി പോയി. പിന്നെ താഴത്ത് കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് കോഴിക്കുഞ്ഞന്മാരുണ്ട് കേട്ടോ. അപ്പോൾ കോഴിക്കുഞ്ഞന്മാർ കുറച്ചുണ്ട് നമ്മളതിൽ. ബേഡ് സെയിലുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഒരു ഇത് കാണിച്ചിട്ട് നിങ്ങൾ, ഒരു വികലാംഗനുണ്ട് കേട്ടോ നമ്മളെ കൂട്ടിൽ. കണ്ട ഇവിടെ കണ്ട കാല് കണ്ടില്ലേ? കാല് അത് ജനനത്തിലുള്ളതാ കേട്ടോ. ജനനത്തിന് അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അത് വികലാംഗനായിട്ട് ജനിച്ചത് പിരിഞ്ഞു പോയി. നമ്മൾ ശരിയാക്കാനൊക്കെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് നോക്കി, പക്ഷെ അത് ഫെയിൽ, നമുക്കൊന്നും നടന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ പോവാം. ബേഡുകൾ പ്രാവുകൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. പ്രാവുകൾ ഞാൻ കുറേ കാലത്തിന് ശേഷം കേട്ടോ ബേഡുകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പഠിത്തിരക്കായതുകൊണ്ട് നമുക്കണ്ട് ഇറങ്ങാൻ പറ്റിയിരുന്നില്ല. ഇതിലത് നമ്മള് സബ്ജയും മൈനനെയും ജോഡിയാക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞും പിരിഞ്ഞിട്ട് കേട്ടോ, മാഷാഅല്ലാഹ്. ഇതില് ട്രെയിനർ നമ്മുടെ ബേഡ്. ഇതിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു വെള്ളക്കണ്ണ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഇതില് നമ്മളെ പഴയ കുഞ്ഞന്, ഇതിന്റെ കുഞ്ഞനാന്ന് തോന്നുന്നുണ്ട് ആ കൈരട്ടാ. കണ്ടിട്ട് ലുക്ക് വൈസ് അതുപോലെ തന്നെ ഉണ്ട്. ഇതിന് നമ്മൾ ആ പുറത്താപ്പനും മൈനന്റെ കുഞ്ഞനാണ് ഇവള്. ഇത് പുറത്താപ്പന്റെ കുഞ്ഞനാണ്. ഇതിന്റെ തള്ളൊക്കെ ചത്തുപോയിട്ടാ കഴിഞ്ഞാൽ അതിലൊരു കുഞ്ഞൻ പിരിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ ആരുള്ളത്? ഇത് നമ്മളെ പൊട്ട് കണ്ണന്. ഇതിന്റെ കുഞ്ഞനാണ് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത്. എന്താണ് പറയാ, ഹവാക്കൂട്ടിൽ വൈറ്റ് കിടക്കുന്നില്ല, അതിന്റെ കുഞ്ഞനാവാനാണ് സാധ്യത. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇതാ അടുത്ത പിന്നെ നമ്മുടെ തൊപ്പി. ഇതിന്റെ ഉള്ളിൽ നമ്മളെ മേക്കിങ് നിൽക്കുന്നുണ്ട്. ഇങ്ങും നമ്മുടെ വേറെ ഏതൊരു ഫീമെയിൽ ബേഡ്. ഇതൊക്കെ തലതിരി വന്നിട്ടുള്ള ബേഡാട്ടാ. ഇതൊക്കെ തലതിരിവ് വന്നിട്ടുള്ള ആളാണ്. വലിയ തലതിരിയൊക്കെ മാറിട്ടാ മാഷാഅല്ലാഹ്. എന്നാലും ചെറിയൊരു വെട്ടുണ്ട്. തലതിരിവ് കഴിഞ്ഞിട്ടുള്ള ബേഡുകളാണ്. അതേപോലെ ഇതിനും തലതിരിവുണ്ട്, നല്ല തലതിരിവുണ്ടായിരുന്നു ഇതിനൊക്കെ. ഇതൊക്കെ ഇപ്പൊ എന്താ പാടുന്നറിയാം. കുറെ പ്രാങ്കുട്ടി വന്നിട്ടാ. ചിലത് ചെറുതായിട്ടൊരു വെട്ടുണ്ട് കേട്ടാ, കണ്ടോ? പക്ഷെ അതൊന്നും പ്രശ്നമില്ല ഇപ്പൊ. ഇല്ല, തലതിരിവൊക്കെ ഓൾമോസ്റ്റ് 90% മാറിയിരിക്കുന്നു. ചെറിയതുണ്ട്, അത് കുഴപ്പമില്ല. അവിടെ നിന്നോട്ടെ. ഇതിലും മൈനുണ്ടല്ലോ അടുത്താണ്. ഇതിന്റെയൊക്കെ കുഞ്ഞാന്നുള്ളത് എനിക്കറിയില്ല, അത് അവിടെ അറിയുള്ളൂ കേട്ടോ. റിങ് തീർന്നോണ്ട് റിങ് ഇടാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ ഇതാ കുഞ്ഞിനുണ്ട് ഒരെണ്ണം. ഇതൊരു സബ്ജി ഇരിക്കുന്നുണ്ട്. ഇതിലാരാ അത്? പാകിസ്ഥാൻ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇതെവിടെ പാകിസ്ഥാനിൽ ബേഡുണ്ട്. റാംപൂരി തന്നെ കേട്ടോ കറക്റ്റ്. ഇത് ഗൾഫിൽ നിന്ന് മുട്ട കൊണ്ടുവന്നിട്ട് വിരിച്ചതാട്ടാ. ഇത് 2 കുഞ്ഞന്മാരുണ്ട്. മറ്റേ ഇതിന്റെ കുഞ്ഞനാട്ടാ. എവിടെ ഇതിൽ കണ്ടില്ലേ നമ്മള് തൊപ്പി? ഇതിന്റെ കുഞ്ഞനാണ് ഇരിക്കുന്നത്. നമ്മൾ ടൂർണമെന്റ് ഒക്കെ വിട്ടിട്ടുള്ള ബേഡാട്ടത്.
ഇതിന് തലർക്കം വന്ന്, പക്ഷെ ഇതൊക്കെ ഇപ്പൊ പറക്കുന്നുണ്ട് കേട്ടോ, പറന്നിറങ്ങുന്നുണ്ട് ഇതിലൊക്കെ. ഇതിൽ ഇവന് തലർക്കം വന്നതാണ്. പക്ഷേ എല്ലാം ലെവലായിട്ടുണ്ട്. വേറെ ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മളെ നാടപ്പന് തലയിറക്കം വരാണ്ട് കണ്ണ് നഷ്ടപ്പെട്ട ഒരാളുണ്ട്. കണ്ണ് കാണൂല ഭാഗത്തിന്. പക്ഷെ ഫുഡൊക്കെ എടുക്കൂട്ടെ, നമ്മൾ തിന്നാൻ കൊടുക്കൊന്നും വേണ്ട. കണ്ടോ, 2 കണ്ണും ബ്ലൈൻഡ്, അത് പോയി. 2 കണ്ണും കാണൂല. പക്ഷെ ആള് വട്ടട്ട് കുറുകെ കാര്യങ്ങളൊക്കെ ചെയ്യും. നോക്കിക്കേട്ടാ, നോക്കിക്കോ. പേടിച്ച് അതിന്റെ കൂട്ടിൽ കയറി കഴിഞ്ഞാലാണ് അത് ഇതാവുക. കണ്ണാണല്ലോ, പക്ഷെ ഫുഡൊക്കെ എടുക്കും ആള്, കറക്റ്റായിട്ട് ഫുഡ് എടുക്കും. മാഷാ അല്ലാഹ്. എന്തായാലും ഇതിലാരൊക്കെയുണ്ടോ? യെസ്, ഇതിലാരൊക്കെയുണ്ട്. എന്തായിരിക്കണ് ഇതൊക്കെ ഈ പ്രാവശ്യത്തെ കുഞ്ഞന്മാരാട്ടാ. ഇത് 2 ആൾക്കാര്. ഇതിലിതാ ഒരു കുഞ്ഞന്, ഇതിലിതാ മൈന കുഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അറിയുണ്ട്. യെസ്, അടുത്ത കുഞ്ഞിന്. ഇതിനൊക്കെ ഇത് ചുറ്റിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിക്കാണ്, പിന്നടിച്ചിട്ടുണ്ടാ. ഇതിനൊക്കെ പിന്നടിച്ചിട്ടിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ ഇപ്പൊ ചുറ്റിക്കാനുള്ളതാണ്. ഈ തെണ്ടി പുറത്തിറങ്ങിയോണ്ട് ഇതായി, എന്താ പറയാ, അവിടെ കേട്ടാ. തീരെ കൂട്ടിക്ക് എല്ലാം പറക്കണേനും പാടെ കൊളാക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ പുതിയ ഇത്. കോഴികളത് എന്താന്നുള്ളത് നമുക്ക് കോഴി കുഞ്ഞന്മാർ, ഇതൊക്കെ ഇവിടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞന്മാരാട്ടോ. ലേറ്റസ്റ്റ് ആയിട്ട് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞന്മാരാണ്. ഇതിന്റെ ഒക്കെ കുഞ്ഞൻ തന്നെ. അതാണ് ഇതിന്റെ തന്ത കണ്ട. ഒരു ഫീമെയിൽ ഇതിരിക്കുന്നത്. അതേപോലെ ഇതില് മാഷാ അല്ലാഹ് കുഞ്ഞൻ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ കുഞ്ഞൻ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇപ്പൊ ഞങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്ന വേറെ കോഴിയുടെ കേട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലേ കോഴി, മാഷാ അല്ലാഹ്. ഇത് അതിന്റെ ഫീമെയിലാണ്. ഇത് 2 ഇത് 2 ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ചാട്ടാ. ഇത് ഇവിടെ വിരിഞ്ഞതല്ല. അതേപോലെ അതിന്റെ അകത്തൊരെണ്ണം പോയി അവന്. ബാക്കിയൊക്കെ ഇവിടെ വിരിഞ്ഞ കുഞ്ഞന്മാരാണ്. ഇത് സെയിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, നമ്മൾ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇതിന്റെ അകത്ത് കുറച്ച് കോഴികളുണ്ട്. പ്രായമൊക്കെ ഒഴിവാക്കിയിട്ട് കോഴിയാക്കിയാലോ വെച്ചിട്ടാ. ഇതിന്റെ അകത്ത് 3-4 കോഴികൾ നിൽക്കുന്നുണ്ടാവും. അപ്പം ഇതും നമ്മള് കൂട്ടിലുള്ളതാണ്. വേറെ പ്രാവുകൾ പിന്നെ ഇപ്പൊ പറപ്പിക്കലൊന്നുമില്ല. ഇപ്പോഴല്ലേ വീണ്ടും നമ്മൾ പറപ്പിക്കലൊക്കെ തുടങ്ങിയത്. അതാണ് സംഭവം. ഓക്കെ, അപ്പം ഇതാണ് ഇപ്പൊ നിലവിലുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞത്. പ്രാവ് ഇരുന്നിട്ടാ എനിക്ക് തോന്നിയിരിക്കുന്നു തെണ്ടി പറക്കണ കാരണം ഇരിക്കുന്നു. അപ്പൊ അത് ഇരുന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമ്മൾ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ സീസണിലത്തെ പ്രാവുകൾ എന്ന് പറയാന്. പറപ്പിക്കാൻ ഇനി വയ്യ, തെണ്ടി പുറത്ത് നിൽക്കുമ്പോ പറക്കൂല. ഇനി വേണ്ട കഥക്കെ ഉണ്ട്. ഇല്ല, ഞാൻ ഇരുന്ന് കണ്ടിട്ടില്ല. അപ്പൊ ഇവരാണ് ഈ പ്രാവശ്യത്തത്. കഴിഞ്ഞ പ്രാവശ്യത്തായിട്ടുള്ള കുഞ്ഞന്മാര്. അപ്പൊ ഏതൊക്കെ കൊടുക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് സെയിൽ ചെയ്യുന്നുണ്ടാവും. എന്തായാലും ചെയ്യാണ്ടിരിക്കൂല, കുറെ ബേർഡുകൾ നമ്മൾ വെക്കൂലല്ലോ. അപ്പം വേണ്ടവര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ വരാം. വാട്സാപ്പിൽ വിളിച്ചാൽ മതി. ഇതിനൊക്കെ കൊടുക്കുന്നുള്ളത് അറിയില്ല, എല്ലാത്തിനൊന്നും കൊടുക്കൂല. നമ്മൾ വേണ്ടപ്പെട്ടതിന് ഒരു 4-5 എണ്ണത്തിന് നിർത്തിയിട്ട് ബാക്കിയൊക്കെ കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒക്കെ ഹൈ ക്വാളിറ്റി ബേർഡുകളാണ്. വേറെ 2 എണ്ണം ആദ്യമേ ഇരിക്കുന്നുണ്ട്. ഇതുമായിരിക്കും. അതെനിക്ക് തോന്നുന്നു അസ്രഫ് ഖാന്റെ പ്രാവായിരിക്കും. നമ്മളതല്ലേ ഏതായാലും നമ്മളത് ഓലമേരിക്കൽ കുറവാണ്. അപ്പം ഇതാണ്, ഇതൊക്കെ ഇപ്പം നമ്മളിൽ ഉള്ളതാണ് കേട്ടോ. അപ്പൊ കുറെ കാലത്തിന് ശേഷം പ്രാവൻകൂട്ടിലേക്ക് കയറിയപ്പോ എന്തൊക്കെയോ മാറിയതുപോലെ ഫുള്ള് വലയൊക്കെ ആകെ പൊളിഞ്ഞിക്കിട്ട്. ഇനി ഈ ബേഡുകളെ കുറച്ച് കൊടുക്കണം. കൊടുത്തിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. ഫുള്ള് ഒക്കെ കീറിയിരിക്കുന്ന കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് നാശമായിട്ടുണ്ട്, ഒക്കെ കീറി പൊളിഞ്ഞിട്ടുണ്ട്. നെറ്റൊക്കെ പോയി. അതാണ് ആ ബേഡ് ചാടിയിരിക്കുന്നത്, പുറത്ത് ചാടിയിരിക്കുന്നത്. അപ്പം അതൊക്കെ കീറി ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. അപ്പം ഫണ്ട് ആവശ്യമാണ്. ഫണ്ടിനായിട്ട് നമ്മൾ ബേഡുകൾ സെയിലുണ്ടാവും. അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുക്കാൻ ഞാൻ വാട്സപ്പ് ചെയ്യാം കേട്ടോ. നേരിട്ട് വിളിച്ചിട്ട് കാര്യമില്ല, വാട്സപ്പ് ചെയ്താൽ മതി. ഇവിടെ വന്നെടുക്കണമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോസ് ഇൻഷാ അല്ലാഹ് ഞാൻ വാട്സപ്പ് ചെയ്യുന്നുണ്ട്. അല്ല, ഈ ഡീറ്റെയിൽസ് ഞാൻ അതായത് വാട്സപ്പിൽ ഹായ് ഇട്ടാൽ മതി. ഏതിനൊക്കെയാണ് കൊടുക്കാനുള്ളതെന്നുള്ള ഫോട്ടോസ് അതിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ വാട്സപ്പിൽ അയച്ചുതരാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ബേർഡ് പറക്കുന്നുണ്ട്, അത് ഞാൻ അട്ടത്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പൊന്നാനിപ്പാറയുടെ ഇൻസ്റ്റാഗ്രാം പേജിട്ട് മറക്കാണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക്
അടുത്ത വീഡിയോ കാണാം. ബാക്കൂടൊക്കെ ആകെ കേട് വന്നിട്ട് കേട്ടോ. ഇത് കണ്ടോ, ആ ബാക്കൂടൊക്കെ പൊളിഞ്ഞിട്ട് ഒരു കയ്യും കാലൊക്കെ കയറും. ഇതൊക്കെ എന്താ ഒക്കെ പൊളിഞ്ഞ്. അപ്പം ബൈ ബൈ.